ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബെഹറിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ്റെ 4ാമത് വാർഷികവും പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലുമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബെഹറിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ 4ാമത് വാർഷികവും പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കലുമായിരുന്നു കഴിഞ്ഞ ദിവസം ബെഹറിലെ BMC ഹാളിൽ വെച്ച് നടന്നത്. ബെഹറിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഏറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രസ്ഥാനമാണ് പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ. ബെഹറിലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ. സപ്പോർട്ട് അതിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ഒരു വർഷം കൂടെ, വരുന്ന ഡിസംബറിലൊക്കെ കൂടി നമുക്കിത് അവസാനിപ്പിക്കണം. ആ ഒരു പദ്ധതി പൂർത്തിയാക്കി അവർക്ക് താക്കോൽ കൈമാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബെഹറിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബിജി തോമസ് ആണ് പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയത്. ബെഹറിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായ രാജി ഉണ്ണികൃഷ്ണൻ, UNIB-യുടെ ജനറൽ സെക്രട്ടറിയും പത്തനംതിട്ട സ്വദേശിനിയുമായ ലിത മറിയം വർഗീസ് എന്നിവർ അതിഥികളായി എത്തി. സെന്റ് പോൾ മർത്തോമ ചർച്ച് വികാരി ഫാദർ മാത്യു ചാക്കോ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. ബെഹറിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തു. ഒന്നാമത്തേതായിട്ട് കാര്യമായിട്ട് അവർ പറയുന്നത് ദേ ഹാവ് എ വിഷൻ ഇൻ ദെയർ ഐസ് എന്നുള്ളതാണ്. കണ്ണുകളിൽ ദർശനമുള്ളവരായി ജീവിക്കുമ്പോൾ, ലക്ഷ്യബോധമുള്ളവരായി ജീവിക്കുമ്പോൾ വ്യത്യസ്തമായി ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ പ്രവാസി കൂട്ടായ്മയ്ക്കും ഇവിടെ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ലക്ഷ്യബോധത്തോടു കൂടി വിത്ത് എ വിഷൻ ഇൻ അവർ ഐസ് മുൻപോട്ട് നീങ്ങുമെങ്കിൽ തീർച്ചയായും ഉന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. എബ്രഹാം ലിങ്കൺ നാട് കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ നടന്ന അടിമക്കച്ചവടം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം ആഗ്രഹിക്കുന്നു, എനിക്ക് ഇത് നിർത്തലാക്കണം. ആ വലിയ ദർശനത്തോടുകൂടി ജീവിച്ചു. 44 വർഷങ്ങൾ കാത്തിരുന്നു. അതിനുശേഷം അമേരിക്കയുടെ പ്രസിഡന്റായി അവരോധിതനായി അദ്ദേഹം. കഴിഞ്ഞ് പ്രവാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടുന്ന ചെടികൾ. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. അപ്പോൾ നമുക്ക് ആ പരിപാടികളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ചില പാട്ടുകൾക്ക് പൂർണ്ണമായി നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. ഈ വേദിയിലേക്ക് എല്ലാവരെയും
ബഹ്റിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഇതിനോടകം ചെയ്തിട്ടുള്ളത്. ദുരിതമനുഭവിക്കുന്ന പത്തനംതിട്ടക്കാർക്ക് കൈത്താങ്ങേകുകയാണ് അസോസിയേഷൻ. പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിലൊന്നായ സ്വപ്നഭവനം പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗജന്യ ചികിത്സാ ക്യാമ്പ്, രക്തദാന ക്യാമ്പ് തുടങ്ങി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ നിർവഹിക്കുന്നത്. സേവന പ്രവർത്തനങ്ങൾക്ക് പുറമെ ബഹ്റിനിൽ നടക്കുന്ന കലാകായിക മത്സരങ്ങളിലും പത്തനംതിട്ടയുടെ പ്രാതിനിധ്യമാവുകയാണ് പത്തനംതിട്ട പ്രവാസി അസോസിയേഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.